സോ ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് വേറെ ഒന്നുമല്ല, നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇനി നിങ്ങളുടെ പഴയ ഫേസ്ബുക്ക് അക്കൗണ്ട് മീൻസ് നമ്മളൊരു ഫ്രീ ഫയർ കളിക്കുന്ന ഒരാളാണെങ്കിൽ കുറേ പേരുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, നമ്മുടെ ഫ്രീ ഫയർ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ കുറേ പേർക്ക് യൂസർ നെയിമും കാര്യങ്ങളൊക്കെ അറിയാണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളോട് കുറേ പേരുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ അവരുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ബെൽ ബട്ടൺ കൂടെ ഒന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ തന്നെ വീഡിയോ കൂടെ ഒരു ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒട്ടും പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ എഫ് ബിയും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെ മൊബൈൽ നമ്പർ ഇമെയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പാസ്വേഡും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ ഒരു ഫോർഗെറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അവിടെ യൂസർ നെയിമും പാസ്വേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിച്ചെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ അടിച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് യൂസർ നെയിം അറിയില്ലെങ്കിൽ നിങ്ങൾ അതിൽ കൊടുത്ത ഇമെയിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ അറിയിച്ച് ജസ്റ്റ് അത് അടിച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തെടുക്കാൻ പറ്റും. പാസ്വേഡും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളൊരു പാസ്വേഡും കാര്യങ്ങളൊക്കെ അറിയാത്തവരാണെങ്കിൽ പാസ്വേഡും അറിയില്ല, അതുപോലെ തന്നെ ഇമെയിലും കാര്യങ്ങളൊക്കെ അറിയില്ല, മീൻസ് ഇമെയിലോ എന്തെങ്കിലുമൊക്കെ അറിയില്ല നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അറിയുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അവിടെ രണ്ട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ മേലെ കാണിക്കുന്നുണ്ട്. മൊബൈൽ നമ്പർ പാസ്വേഡൊക്കെ അടിച്ചതിന് തൊട്ട് താഴെയായിട്ട് അവിടെ ലോഗിൻ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ അവിടെ ഫോർഗെറ്റ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഫോർഗെറ്റിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. താഴെ ഫോർഗെറ്റിൽ ജസ്റ്റ് ഫോർഗെറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ അടിക്കാനുള്ള ഓപ്ഷനോ അല്ലെങ്കിൽ ഇമെയിലോ കാര്യങ്ങൾ അടിക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് അക്കൗണ്ടാണോ മീൻസ് ഇപ്പോൾ നിങ്ങൾ ഫ്രീ ഫയർ കളിച്ച സമയത്ത് നിങ്ങൾ ഫേസ്ബുക്കായിട്ട് ലിങ്ക് ചെയ്താണ് ആ ഒരു ഫേസ്ബുക്ക് ലിങ്ക് ചെയ്തൊരു നമ്പർ ഉണ്ടാവില്ല, ആ നമ്പർ ജസ്റ്റ് അവിടെ അടിക്കുക. ആ ഒരു നമ്പറും കാര്യങ്ങളും ജസ്റ്റ് നിങ്ങളൊന്ന് അവിടെ കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്പർ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലോ കാര്യങ്ങളോ അറിയിച്ചാൽ അതായാലും അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഇമെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ഇമെയിലായാലും ജസ്റ്റ് നിങ്ങൾ അവിടെ അടിക്കണം. കറക്റ്റ് തെറ്റാതെ അടിക്കണം. നിങ്ങളിപ്പോൾ ആക്റ്റീവായി നിൽക്കുന്ന ഇമെയിൽ ആയിരിക്കണം, അതുപോലെ തന്നെ ആക്റ്റീവായി നിൽക്കുന്ന നമ്പർ ആയിരിക്കണം. മീൻസ് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് കാര്യങ്ങളും വരുന്ന ഒരു നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിലോട്ട് മെസ്സേജ് വരുന്ന നമ്പർ ആയിരിക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ആക്റ്റീവായി നിൽക്കുന്ന ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു ഇമെയിലോ കാര്യങ്ങളോ ആണ് വേണ്ടത്. അപ്പോൾ ആ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ കൺഫേം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കൺഫേമും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം ലോഡാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഇമെയിലിലോ അല്ലെങ്കിൽ ആ ഒരു നമ്പറിലോ നിങ്ങൾ ലോഗിൻ ചെയ്ത എല്ലാ ഐഡീസും മീൻസ് എല്ലാ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത എല്ലാ അക്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഒരുപാട് ഞാൻ 2-3-4 അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിട്ടുള്ളൊരു 3 അക്കൗണ്ട്സ് ഉണ്ട്. ആ ഒരു 3 അക്കൗണ്ടിൽ ഞാൻ ഫ്രീ ഫയറും കാര്യങ്ങളൊക്കെ കളിച്ചായിരുന്നൊരു അക്കൗണ്ടാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ആ നമ്പറിൽ ലോഗിൻ ചെയ്ത എല്ലാ അക്കൗണ്ട് മീൻസ് ഞാൻ ലോഗിൻ ചെയ്ത നമ്പറിൻ്റെ എല്ലാ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഫേസ്ബുക്കായിട്ട് ലിങ്ക് ചെയ്ത എല്ലാ അക്കൗണ്ടും കാര്യങ്ങളും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് ഏതാണോ നിങ്ങൾ ഫ്രീ ഫയർ അക്കൗണ്ട് ലോഗിൻ ചെയ്ത അക്കൗണ്ട് അത് ജസ്റ്റ് നിങ്ങൾ അവിടെ തൊടുക. മീൻസ് അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക. അപ്പോൾ ഞാൻ ഏതായാലും കൊടുത്തിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടൊരു അക്കൗണ്ട്. അപ്പോൾ അതിലോട്ടാണെങ്കിൽ OTPയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ വാട്സപ്പിലോട്ടാണ് വന്നത്. അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പിലോട്ടും ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും ഇടാം. അതിന് തൊട്ട് താഴെയായിട്ട് ആ കൺഫേമിൻ്റെ തൊട്ട് താഴെയായിട്ട് അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലോട്ടാണ് വരേണ്ടത്. അതിനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്പറല്ല, ഇനിയിപ്പോൾ ഇമെയിൽ ID-യിലോട്ടാണ് വരണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇമെയിൽ ID ആദ്യം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID-യിലോട്ട് വരുന്നതായിരിക്കും കോഡ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറയും. ന്യൂ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ അവിടെ കൺഫേം ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വേറെ അക്കൗണ്ടിൽ നിന്ന് മീൻസ് വേറെ ഡിവൈസിൽ നിന്ന് പോകാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ പാസ്വേഡ് എന്തായാലും കൊടുക്കും. പിന്നെ കുറേ പേര് സ്കിപ്പ് ചെയ്ത് കളയും, സ്കിപ്പ് ചെയ്ത് കളയരുത് ഒരിക്കലും. അപ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളൊരു ടഫായിട്ടുള്ളൊരു പാസ്വേഡും കാര്യങ്ങളും കറക്റ്റായിട്ടും കൊടുക്കുക. അപ്പോൾ ഞാനൊരു പാസ്വേഡും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് എൻ്റെ അക്കൗണ്ടിന് വേണ്ടി. പാസ്വേഡും കാര്യങ്ങളൊക്കെ ഇടൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു പാസ്വേഡും കാര്യങ്ങളും ഒരിക്കലും മറക്കരുത്. പാസ്വേഡ് കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് അടിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടാബിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇമെയിലിൽ കോപ്പി ചെയ്തിടുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. മറന്നാൽ കൂടെ നിങ്ങൾക്ക് എടുക്കാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ സേവ് ബട്ടൺ, അപ്പോൾ സേവ് തന്നെ നിങ്ങൾ കൊടുക്കണം, നോട്ട് സേവ് കൊടുക്കരുത്. അക്കൗണ്ട് സേവ് ചെയ്തിടാനാണ്. അപ്പോൾ സേവും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയേ അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യുക. കൺഫേം ചെയ്യുന്നതും ബെറ്റർ. അപ്പോൾ എല്ലാവരും ലാംഗ്വേജും കാര്യങ്ങളൊക്കെ കൊടുത്ത് കറക്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ റിക്കവർ ഇമെയിൽ ID
കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യും. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ ഇനിയിപ്പോൾ കുറേ പേർക്കുള്ള ഡൗട്ടാക്കാരം എങ്ങനെ നമ്മുടെ നമ്മുടെ ലോക്കായ IDs കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തെടുക്കാമെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കൂടെ ഞാൻ അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ലോക്കായിട്ടുള്ള IDസും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പാസ്വേഡ് ഇമെയിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾക്ക് കിട്ടാത്ത IDസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ബാനായി പോയ IDs ആണെങ്കിൽ പോലും നിങ്ങൾക്ക് തിരിച്ചെടുക്കുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ അതും ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ ആ ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീഡിയോ അടിയിൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ലോങ് വീഡിയോ ആയിട്ട് മീൻസ് അത്യാവശ്യം ലോങ് വീഡിയോ ആയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാനുള്ള കാര്യങ്ങളും ഹാക്കായി പോയിട്ടുള്ള കാര്യങ്ങളും എല്ലാത്തിനും വലിയൊരു വീഡിയോ കാര്യങ്ങൾ ഞാൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കളിക്കുന്ന ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേര് IDs കാര്യങ്ങളൊക്കെ ഹാക്കായി പോയിട്ടുണ്ട് മീൻസ് ഇപ്പോൾ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങളുടെ IDs കാര്യങ്ങളൊക്കെ ഹാക്കായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ഫയർ IDs കാര്യങ്ങളൊക്കെ ഹാക്കായി പോകുമല്ലോ, അതിങ്ങനെ ബാനായിട്ട് ബ്ലാക്ക് ലിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ ആയിപ്പോയവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിക്കവർ ചെയ്തെടുക്കുന്നതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID മീൻസ് നിങ്ങളുടെ ഫ്രീ ഫയർ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഒരിക്കലും പോകാത്ത രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറി ചെക്കൗട്ട് ചെയ്താൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വീഡിയോ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് എന്തിൻ്റെ പേരിലുള്ള വീഡിയോസോ കാര്യങ്ങളോ വേണ്ടത് ജസ്റ്റ് നിങ്ങൾ അതുകൂടെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഓൺ സെറ്റ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇതിലും മികച്ചൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ